പച്ചപ്പുല്ലിലെ ആ കാൽപന്തിന്റെ വന്യമായ വശ്യതയിലേക്ക് സുന്ദരമായ ജോഗോ ബൊണിറ്റോ ശൈലിയിലൂടെ ആരാധക ഹൃദയങ്ങളെ ഹരം കൊള്ളിച്ച ആ ഫുട്ബോൾ മാന്ത്രികൻ ഒടുവിൽ കളിക്കളത്തിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു. കാത്തിരിപ്പിന്റെ നാളുകൾക്ക് വിരാമമിട്ട് ബ്രസീലിന്റെ വിഖ്യാതമായ 10-ാം നമ്പർ ജേഴ്സിയിൽ നെയ്മർ ജൂനിയർ വീണ്ടും എത്തുമ്പോൾ കേവലം ഒരു തിരിച്ചുവരവല്ല, കാനറിപ്പടയ്ക്ക് ഇരട്ട എഞ്ചിൻ തിരിച്ചു കിട്ടിയതുപോലെയാണ്. സ്കോട്ട്ലൻഡിനെതിരെയുള്ള മത്സരത്തിൽ പകരക്കാരനായി നെയ്മർ മൈതാനത്തേക്ക് ഓടിക്കയറിയ ആ നിമിഷം ഗ്യാലറികളിൽ ഇരമ്പിയാർത്തത് വർഷങ്ങളുടെ കാത്തിരിപ്പിന്റെ ആവേശമായിരുന്നു. ഡിഫൻഡർമാരെ കബളിപ്പിച്ച് പന്തുമായി മുന്നേറുന്ന ശൈലിയാണ് നെയ്മറുടേത്. സ്വാഭാവികമായ രീതിയിൽ പന്ത് തട്ടിയെടുക്കാൻ കഴിയാതെ വരുമ്പോൾ എതിർ ടീമിലെ പ്രതിരോധ താരങ്ങൾ ഫൗൾ ചെയ്യാൻ നിർബന്ധിതരാകും. കളിക്കളത്തിൽ എതിരാളികളെ പ്രകോപിപ്പിക്കുന്ന തരത്തിലുള്ള ട്രിക്കുകളും റെയിൻബോ ഫ്ലിക്ക് പോലെയുള്ള സ്കില്ലുകളും നെയ്മർ ഉപയോഗിക്കാറുണ്ട്. ഇത് പലപ്പോഴും ഡിഫൻഡർമാരെ പ്രകോപിതരാക്കുകയും അവർ കടുത്ത ടാക്ലിങ്ങുകളിലേക്ക് നീങ്ങാൻ കാരണമാവുകയും ചെയ്യുന്നു. വളരെ വേഗത്തിൽ ദിശ മാറിയോടാൻ നെയ്മർക്ക് പ്രത്യേക കഴിവുണ്ട്. ഈ വേഗത്തെ തടയാനും എതിർ ടീമുകൾ ഫൗൾ ഒരു തന്ത്രമായി ഉപയോഗിക്കും. മത്സരത്തിൽ നെയ്മർ ഫോമിലേക്ക് ഉയർന്നാൽ അയാളെ തടയുക അസാധ്യമാണ്. അതിനാൽ തുടർച്ചയായി ഫൗൾ ചെയ്ത് നെയ്മറുടെ താളം തെറ്റിക്കാനും മാനസികമായി തളർത്താനും പലപ്പോഴും എതിർ ടീമുകൾ ശ്രമിക്കാറുമുണ്ട്. മറ്റു കളിക്കാരെ അപേക്ഷിച്ച് ഒരു മത്സരത്തിൽ ഏറ്റവും കൂടുതൽ തവണ ഫൗൾ ചെയ്യപ്പെടുന്ന കളിക്കാരിൽ ഒരാളാണ് നെയ്മർ. ഈ നിരന്തരമായ കടുത്ത ടാക്ലിങ്ങുകളാണ് അയാളുടെ കരിയറിൽ ഇത്രയുമധികം പരിക്കുകൾ ഉണ്ടാകാനുള്ള പ്രധാന കാരണമെന്ന് പറയാം. 2023 ഒക്ടോബറിന് ശേഷം പരിക്കിന്റെ നീണ്ട പ്രവാസത്തിലായിരുന്ന നെയ്മർ 981 ദിവസങ്ങൾക്ക് ശേഷമാണ് വീണ്ടും മഞ്ഞക്കുപ്പായത്തിൽ ബ്രസീലിനായി പന്ത് തട്ടാൻ ഇറങ്ങിയത്. സ്കോട്ട്ലൻഡിനെതിരെ എതിരില്ലാത്ത 3 ഗോളോടെ ജയവും നോക്കൌട്ടും ഏതാണ്ടുറപ്പിച്ച ശേഷമായിരുന്നു നെയ്മറെ ആഞ്ചലോട്ടി കളത്തിലിറക്കിയത്. പരിക്കിന്റെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം തന്റെ പ്രിയപ്പെട്ട കളിമുറ്റത്തേക്ക് അയാൾക്ക് തിരികെ എത്താൻ അത്രയും മനോഹരമായ മറ്റൊരവസരമുണ്ടോ? മത്സരം ജയിക്കണമെന്നോ ഗോൾ നേടണമെന്നോ ഉള്ള യാതൊരുവിധ സമ്മർദ്ദവുമില്ലാതെ അയാൾക്കു വേണ്ടി ആവേശക്കടലായ മയാമി സ്റ്റേഡിയത്തിൽ അയാൾ ഒഴുകി നടന്നു. കളിയിൽ ബ്രസീലിന് ലഭിച്ച ഫ്രീ കിക്കുകളുടെയും കോർണറുകളുടെയും എല്ലാം ചുമതല ഏറ്റെടുത്തും സഹതാരങ്ങളുമായി ചേർന്നുള്ള മുന്നേറ്റങ്ങൾ മെനഞ്ഞും താൻ ഇപ്പോഴും ബ്രസീലിന്റെ മുഖ്യ സൂത്രധാരൻ തന്നെയാണെന്ന് തെളിയിക്കാൻ ആ 14 മിനിറ്റുകൾ തന്നെ അയാൾക്ക് ധാരാളമായിരുന്നു. ആ കുറഞ്ഞ സമയത്തിനുള്ളിൽ അയാളുടെ മാന്ത്രിക കാലുകൾ 24 തവണ പന്ത് തൊട്ടു. 92% കൃത്യതയോടെ 13ഓളം പാസുകൾ നൽകി. മൈതാനത്തിന്റെ മധ്യത്തിൽ പന്തുമായി കുതിച്ച നെയ്മറെ തടയാൻ ശ്രമിച്ച സ്കോട്ടിഷ് താരം റയാൻ ക്രിസ്റ്റിക്ക് മഞ്ഞ കാർഡ് വരെ വാങ്ങേണ്ടി വന്നു. ബ്രസീലിനായി 3 മികച്ച ഗോൾ അവസരങ്ങൾ സൃഷ്ടിക്കാനും ആ കുറഞ്ഞ സമയത്തിനുള്ളിൽ അയാൾക്ക് കഴിഞ്ഞു. വൈകാരികമായ തിരിച്ചുവരവിന് ശേഷം നെയ്മർ ജൂനിയർ തന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ കുറിച്ചത് റിമെമ്പർ ഹൂ യു ആർ എന്നാണ്. അതെ, ഇനി ലോകം കാത്തിരിക്കുന്നത് കാർലോ ആഞ്ചലോട്ടിയുടെ തന്ത്രങ്ങളും നെയ്മറുടെ കാലുകളിലെ മാന്ത്രികതയും ഒത്തുചേരുന്ന ആ സുന്ദര നിമിഷങ്ങൾക്കാണ്. വേഗത്തേക്കാൾ അനുഭവ സമ്പത്തിന്റെ കരുത്തുമായി കളിമെനയുന്ന ഒരു രാജാവായി നെയ്മർ മാറാൻ പോകുന്ന പുതിയൊരു ഫുട്ബോൾ വസന്തത്തിനാണ് ഇനി ലോകകപ്പ് വേദി സാക്ഷ്യം വഹിക്കുക.